ഒടുവിൽ ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനമെത്തി. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലെത്തുന്ന കാര്യം ചെന്നൈ സൂപ്പർ കിങ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പകരം രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് താരം സാം കറിനെയും ചെന്നൈയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലേക്കും എത്തി. സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ കൈമാറ്റ കരാർ യാഥാർത്ഥ്യമായി ശനിയാഴ്ച രാവിലെ ചെന്നൈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് സ്ഥിരീകരിച്ചത്. താര കൈമാറ്റത്തിന് ചെന്നൈയും രാജസ്ഥാനും തമ്മിൽ ധാരണയായത് നേരത്തെ വാർത്തയായിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിയത് ആശയക്കുഴപ്പമുണ്ടാക്കി. കഴിഞ്ഞ വർഷം 18 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസനെ ടീമിൽ നിലനിർത്തിയത്. ഇത്തവണ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല. ഋതുരാജ് ഗെയ്ക്വാദിൽ നിന്ന് കഴിഞ്ഞ സീസണിന്റെ പകുതിയിൽ വെച്ച് ക്യാപ്റ്റൻസി വീണ്ടെടുത്ത MS ധോണി തന്നെയാവും ഇത്തവണയും ടീമിനെ നയിക്കുക എന്നാണ് വിവരം. എന്നാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജു തന്നെ ആയിരിക്കുമെന്ന് സൂചനകളുണ്ട്. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ IPL അരങ്ങേറ്റം കുറിച്ച സഞ്ജു 2013 രാജസ്ഥാനിലെത്തിയത്. പിന്നീട് 2 സീസണുകളിൽ ഡൽഹി ഡേർഡേവിൾസിന്റെ താരമായിരുന്ന സഞ്ജു 2018 വീണ്ടും രാജസ്ഥാനിലെത്തി. 2021 ക്യാപ്റ്റനുമായി. അതേസമയം ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോയ രവീന്ദ്ര ജഡേജ അവരുടെ ക്യാപ്റ്റൻസി സ്ഥാനത്തിലേക്കാണ് പോകുന്നതെന്നാണ് വിവരം.